എന്താണ് ഹംബിൾ ഹബ് ബിസിനസ് മോഡൽ? ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് വിശ്വാസത്തോടെ സ്നേഹത്തോടെ ഒത്തുകൂടാൻ പറ്റുന്ന ഒരു സ്ഥലത്തെയാണ് ഹംബിൾ ഹബ് എന്ന് പറയുന്നത്. ഇത് എല്ലാ അത്യാധുനിക സംവിധാനങ്ങളോടും കൂടിയതായിരിക്കും. പക്ഷെ ആ പ്രദേശത്തെ ജനങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചാർജ് ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയുള്ള ഹംബിൾ ഹബ്ബുകൾ. ഇവിടെ ആഡംബരങ്ങളുടെ പളവളപ്പിനേക്കാളും കസ്റ്റമറിന്റെ മനസ്സംതൃപ്തിക്കായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. ചെറിയ നിരക്കുകൾ ഈടാക്കിക്കൊണ്ട് കൂടുതൽ പേരിലേക്ക് എത്തിച്ച് അതിൽ നിന്നും ലാഭം കണ്ടെത്തുക എന്നുള്ള ഒരു രീതിയാണ് ഇവിടെ സാധാരണയായി ആവിഷ്കരിക്കുന്നത്. ഇതേ മോഡലിലുള്ള ഒരുപാട് സംരംഭങ്ങൾ നമുക്കിടയിലുണ്ട്. നമുക്കതിൽ ഒരെണ്ണത്തെ ഇന്ന് പരിചയപ്പെടുത്താം. സംരംഭങ്ങളുടെ ഉള്ളറിയുന്നതിനായി PNBയുടെ വിഷൻ ടു ദി വെഞ്ചർ എന്ന പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്ക് സുപരിചിതനായ ശ്രീ മധുസൂദനൻ സാറിനെയാണ്. അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തും. കാരണം കുറച്ച് സ്റ്റോറിയൊക്കെ അതിന് പിന്നിൽ പറയാനുണ്ട്. അത് കണക്ക് അദ്ദേഹം തന്നെ പരിചയപ്പെടുത്തും. അഖിലം കൗസ്തുഭം എന്ന് നമുക്കെല്ലാവർക്കും സുപരിചിതമായ സ്ഥാപനങ്ങൾ പേരൂർക്കടയിൽ നടത്തി കൊണ്ടുപോകുന്നു. നമസ്കാരം സർ. നമസ്കാരം. ഒരുപാട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട് സർ. എങ്കിലും ആ തുടക്കം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയാം. തുടക്കം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ എന്തെങ്കിലും നേടണം എന്നുള്ളൊരാഗ്രഹം കൊച്ചിലേ മുതലുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ കുടുംബത്തിനെയും സഹോദരങ്ങളെയും എല്ലാം ചേർത്ത് നിർത്തണം എന്നൊരാഗ്രഹവും മനസ്സിലുണ്ടായിരുന്നു. ഞങ്ങൾ വളരെ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ച് വന്ന കൂട്ടത്തിലാണ്. അച്ഛൻ്റെ ചെറിയ വരുമാനത്തിൽ കുടുംബം, അച്ഛൻ ആ കിളിക്കൂട്ടിൽ വളർന്നിട്ടുള്ള അച്ഛനെ അമ്മയോടുള്ള സ്നേഹവും ബഹുമാനവും അവരും ഇന്നില്ലെങ്കിൽ പോലും മനസ്സിലെപ്പോഴും ഉണ്ട്. ഞാൻ കൊച്ചിലെ മുതൽ അച്ഛനെ സഹായിക്കാൻ പോകുമായിരുന്നു ജോലിയിൽ. കാരണം വീട്ടിലെ ദാരിദ്ര്യങ്ങൾ മാറ്റാൻ വേണ്ടി അച്ഛൻ്റെ കൂടെ പോകും. അത് കഴിഞ്ഞ് പഠിത്തത്തിന് ശേഷം പല പല ജോലികൾ നമ്മുടെ വീടിനെ നിലനിർത്താൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിൽ നാടകം അഭിനയിക്കാൻ പോയിട്ടുണ്ട്, ഡ്രാമ അഭിനയിക്കാൻ പോയിട്ടുണ്ട്, ബാലെ അഭിനയിക്കാൻ പോയിട്ടുണ്ട്. ഇതെല്ലാം കാശിന് വേണ്ടിയായിരുന്നു. നാടകത്തിനോടും കലയോടുമുള്ള സ്നേഹത്തിന്റെ പിന്നിൽ കാശ് വേണമെന്നുള്ള താല്പര്യത്തോടെ അതിനൊക്കെ പോയിട്ടുണ്ട്. കലാനിലയത്തില് 2-3 വർഷം അഭിനയിച്ചിട്ടുണ്ട്. ആ സമയത്താണ് എനിക്ക് ട്രാൻസ്പോർട്ടിൽ ജോലി കിട്ടിയത്. ട്രാൻസ്പോർട്ടിൽ ഞാൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. 5 വർഷത്തോളം ട്രാൻസ്പോർട്ടിൽ ഞാൻ പണി ചെയ്തു. അപ്പോൾ എൻ്റെ ഉന്നം എൻ്റെ കുടുംബമായിരുന്നു. ആദ്യമേ ജോലി കിട്ടിയ ഉടനെ തന്നെ KSFിൽ പോയി ഒരു ചിട്ടിക്ക് ചേർന്നു. ഞങ്ങൾക്ക് വീടില്ലായിരുന്നു. വീട് വെക്കാനായിട്ട് KSFിൽ ചിട്ടിക്ക് ചേർന്നു. അവിടുന്ന് 7,000 രൂപ, 7 ലക്ഷം അല്ല 7,000 എൻ്റെ അച്ഛൻ്റെ കൈ കൊണ്ട് കൊടുത്തു. അച്ഛൻ ആദ്യം പോയി ജോത്സ്യം നോക്കിക്കൊണ്ടുവന്നു. ഒരു വീടിന് കല്ലിട്ടു. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് വീടിന്റെ പണി ചെയ്തു. ഞാൻ ഗൾഫിൽ പോകുന്നതിനടുത്ത് വീട് പാലുകാച്ചി. അപ്പോൾ വീട് പാലുകാച്ചി ആ വീട്ടിൽ അച്ഛനും അമ്മയും താമസമാക്കിയിട്ട് ഞാൻ ഗൾഫിൽ പോയത് 1977. പെർമനന്റ് ജോബ്. ഞാൻ BSc ടെസ്റ്റ് എഴുതി 250 റാങ്കിൽ വന്നു. ആദ്യത്തെ സെലക്ഷൻ 53ാമത്തെ സെലക്ഷനിൽ തന്നെ 53ാമത്തെ ആളായിട്ട് എനിക്ക് ജോലി കിട്ടി. ഞാൻ സിറ്റി സർവീസിലായിരുന്നു. അവിടെ എല്ലാവരുമായിട്ട് നല്ലൊരു സ്നേഹബന്ധം പുലർത്താൻ എനിക്ക് സാധിച്ചു. എൻ്റെ കൊളീഗ്സുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം വെച്ചാൽ ഞാൻ എവിടെ ചെന്നാലും ആളുകൾ ശ്രദ്ധിക്കണം എന്നുള്ളൊരു താല്പര്യക്കാരനാണ്. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ആർട്സ് ക്ലബ് സെക്രട്ടറി ആയതും മത്സര നാടകത്തിന് പോയതും പല കാര്യക്കര കുമാര സാറും അവരുമായിട്ടൊക്കെ അഭിനയിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗൾഫിൽ പോയി 77. അപ്പോഴൊന്നും വസ്തു വകകളൊന്നുമില്ല. ഞങ്ങൾ ആ വീട് വെച്ച സ്ഥലം 5 സെന്റ് 10 സെന്റ് സ്ഥലം മാത്രമേ ഉള്ളൂ. വളരെ കഷ്ടപ്പെട്ടോടെ പോയി. ഇവിടെ ട്രാൻസ്പോർട്ടിൽ 2 ഷർട്ട് ഞാൻ ഉടയാതെ ഇട്ടുകൊണ്ട് നടന്നിരുന്നത്. അവിടെ ചെന്ന് ഷർട്ട് തേക്കാനോ ഉടയ്ക്കാനോ സമയം കിട്ടാറില്ല. കഷ്ടപ്പാടെന്ന് വെച്ചാൽ നമുക്ക് ഗൾഫില് നമ്മൾ ഇവിടെ കാണുന്ന
ഇവിടെ വന്നു പോകുന്ന ആൾക്കാരൊന്നും അല്ല ഗൾഫ് എന്ന് പറയുന്നത്. വളരെയധികം കഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് നാൾ, ഒരു വർഷം, ആദ്യം പോയ ഒരു വർഷം വരെ ഞങ്ങൾക്ക് കട്ടിലില്ല, വീടില്ല, മെത്തയില്ല, ഒരു പരമ്പ് ഒരു ചെറിയ ഷീറ്റും കിട്ടും. രാത്രിയാകുമ്പോൾ ഒരു ഫ്ലൈവുഡ് എടുത്തിടും, 4 താബൂക്കിന്റെ പുറത്ത് ഒരു ഫ്ലൈവുഡ് ഇടും, ഷീറ്റ് വിരിക്കും, അതിന്റെ പുറത്ത് ആകാശത്തിന്റെ നക്ഷത്രങ്ങൾ നോക്കി കിടന്നിട്ടുണ്ട് എത്രയോ നാള്. അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. ഒരു ദിവസം അഴിച്ചു പോകുമ്പോൾ ആ ഷീറ്റ് മടക്കം, ഷീറ്റിന്റെ അടിയിൽ ഒരു പാമ്പ് കിടക്കണം. ദൈവം എന്നെ അപ്പോഴും അനുഗ്രഹിച്ചിട്ടുണ്ട്. കാരണം ദൈവാനുഗ്രഹം എനിക്ക് അന്നു മുതലുമുണ്ട്, ഇന്നുമുണ്ട്. ആ കാലഘട്ടമൊക്കെ ഞാൻ ഓർക്കാറുണ്ട്. അതിനുശേഷം അപ്പോഴൊന്നും വലിയ കാശൊന്നുമില്ല. എനിക്ക് 1000 രൂപ ശമ്പളം കിട്ടും. 1000 രൂപ ഞാൻ വീട്ടിൽ അയച്ചു കൊടുക്കും. വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും. അതുകൊണ്ട് അതൊന്നും വേണ്ട ഇവിടെ. പക്ഷെ എങ്കിലും അവർ 1000 രൂപ, മകൻ ഗൾഫിലല്ലേ എന്ന് വിചാരിച്ച് അവരും അങ്ങനെ ജീവിച്ചു. പിന്നെ 81 കല്യാണം കഴിച്ചു. 81 ഞാൻ അവിടെ 2-3 കമ്പനി അപ്പം മാറി. ആദ്യം ഒരു അറബിയുടെ കീഴിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറാഖ് എംബസിയിൽ അവിടെ ജോലി ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് പോർട്ട് സർവീസിൽ ഷിപ്പിൽ ജോലി ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് കരുതി. അപ്പോൾ ഒരു സ്പോൺസറെയൊക്കെ പരിചയപ്പെട്ട്, എന്തോ എനിക്ക് ദൈവമായിട്ട് കൊണ്ടുതന്ന ഒരു സ്പോൺസറാണ് മുഹമ്മദ് അലി മുറാദ് എന്ന് പറഞ്ഞ ഒരു സ്പോൺസർ. അദ്ദേഹത്തിനുമായിട്ട് ചേർന്നിട്ട് ഒരു കമ്പനി രൂപീകരിച്ചു 82-ൽ. 82-ലാണ് ഞാൻ 81 കല്യാണം കഴിച്ചു. 82-ൽ അത് എൻ്റെ ഒരു ഭയങ്കര ഭാഗ്യമായിരുന്നു. അദ്ദേഹത്തിന്റെ മകനെ പോലെ എന്നെ സ്നേഹിക്കുകയും ഞാൻ അദ്ദേഹത്തിനെ എനിക്ക് മറക്കാതെ എൻ്റെ ഒരു അച്ഛനായിട്ട് എന്നെ കണക്കാക്കിയാണ് ജീവിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കൂടി എനിക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കിട്ടി. കമ്പനി നോക്കാനും കോൺട്രാക്ട് എടുക്കാനും ചെക്ക് സൈൻ ചെയ്യാനൊന്നും ഗൾഫിൽ ആർക്കും കൊടുക്കൂല. പിന്നെ ബാങ്കിൽ കാശ് കൂടുതൽ വരുമ്പോൾ സ്പോൺസേഴ്സ് പോയി നോക്കും. എങ്കിൽ നമ്മൾ അടുത്ത ടിക്കറ്റ് എടുത്ത് കയറ്റി വിടും. അങ്ങനെയൊക്കെയാണ് അവരെ രീതികൾ. പക്ഷെ അതൊന്നും എന്നെ ബാധിച്ചില്ല എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കാൻ പറ്റിയത്. അപ്പൊ കിട്ടിയ പൈസ എല്ലാം ഈ ബാങ്ക് ഓഫ് ബറോഡയിൽ 25,000 രൂപ കിട്ടുമ്പോൾ ബാങ്ക് ഓഫ് ബറോഡയിൽ ഡിപ്പോസിറ്റ് ചെയ്യും. ആ കിട്ടുന്ന പൈസ മുഴുവനും ഇങ്ങനെ ഓരോ പ്രാവശ്യം ഡിപ്പോസിറ്റ് ചെയ്യും. അങ്ങനെ കുറെ FD ഇട്ട് വെച്ചിട്ടാണ് ഓരോ പ്രാവശ്യം നാട്ടിൽ വരപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത്. ഇവിടെ വരപ്പോൾ ആരെങ്കിലും സുഹൃത്തുക്കൾ പറയും ഇന്നടുത്ത് സ്ഥലം കിടപ്പുണ്ട്, ഇന്നടുത്ത് നമുക്കൊരു പദ്ധതി ചെയ്യാം. ഇവിടെ ഇതുപോലെ ഞാൻ എൻ്റെ അളിയൻ ഉണ്ട്, എൻ്റെ മൂത്ത സിസ്റ്റർ ഹസ്ബൻഡ്. അദ്ദേഹം പറഞ്ഞു ഇവിടെ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ ഒരു ആഗ്രഹമാണ് റോഡിൽ നോക്കിയിരുന്നു കഴിഞ്ഞാൽ സമയം പോണ അറിയില്ല. ഒരു കടയുണ്ടായിരുന്നു, റോഡിലോട്ട് നോക്കിയിരിക്കുന്ന ഒരു കടയുണ്ടായിരുന്ന നമുക്ക് സമയം പോകുന്ന അറിയില്ല. അപ്പൊ അങ്ങനെ ഒരു സ്ഥലം കിട്ടിയാൽ നമുക്ക് ഒരു ചെറിയ ഷോപ്പ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് 14 സെന്റ് ആദ്യമായിട്ട് വാങ്ങിച്ചിട്ട് അളിയന്റെ കയ്യിൽ തന്നെ കുറെ കാശ് കൊടുത്തിട്ട് പോയി. അളിയൻ തന്നെ കോൺട്രാക്ടർ വെച്ചൊക്കെ ഇതൊക്കെ ചെയ്തത്. ഒരു പൊട്ടൽ പോലും വന്നിട്ടില്ല. അതെന്റെ ആശാന്റെ ഒരു വർക്ക് ക്വാളിറ്റിയാണ്. ജീവിച്ചിരിപ്പില്ല പക്ഷെ എങ്കിലും അദ്ദേഹത്തിന്റെ നല്ല വർക്ക്മാൻ ക്വാളിറ്റിയാണ് ഇതിനകത്ത് കാണുന്നത്. അദ്ദേഹം ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ എല്ലാവരും വന്ന് ചോദിച്ചു ഇതിനകത്ത് ഒരു ബാർ ലൈസൻസ് എടുത്ത് ഒരു ബാർ തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു ബാർ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിൽ നശിപ്പിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിനേക്കാൾ എന്തുകൊണ്ട് നമുക്കൊരു കല്യാണ മണ്ഡപം ഉണ്ടാക്കിക്കൂടാ? ഒരു ചെറിയ രീതിയിൽ പാവപ്പെട്ടവർക്ക് വന്ന് കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് പോകാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കൂടാന്ന് വിചാരിച്ചിട്ടാണ് ഇതിന് കല്യാണ മണ്ഡപമായിട്ട് തീരുമാനിക്കാൻ ലൈസൻസ് എടുത്ത് നടത്താനും തീരുമാനിച്ചു. പക്ഷെ അപ്പോഴും ഞാൻ പലരുടെയും ദുഃഖം ഇറക്കി വെക്കുന്ന ഒരു സ്ഥലമായിട്ട് ഇത് കണ്ടിട്ടുണ്ട്. ഞാൻ കല്യാണമൊക്കെ മക്കളുടെ കല്യാണം എല്ലാം കഴിഞ്ഞ് ഇറങ്ങി വന്ന് അവിടെ പടിയിലിരിക്കും. പടിയിലിരുന്നിട്ട് അവർ ദീർഘശ്വാസം വിടും. അത് ദീർഘശ്വാസം അവരുടെ ഭാരം മുഴുവനും കടമ്പ കഴിഞ്ഞു എന്നുള്ളത് അത് ഒരു ഭയങ്കര അനുഗ്രഹമാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള ബ്ലെസ്സിങ്ങാണ്. അപ്പോഴാണ് ആ സ്ഥലങ്ങൾ ഓരോരുത്തരും ഞാൻ ഒരു പ്രാവശ്യം നാട്ടിൽ വരുമ്പോൾ ഓരോരുത്തരും വിളിച്ചിട്ട് പറയും സാറേ ഈ സ്ഥലം എടുത്തിട്ട് എനിക്ക് പൈസ, ഈ സ്ഥലം എടുത്തിട്ട് എനിക്ക് പൈസ. ഞാൻ അങ്ങോട്ട് പോയല്ല, അവരിങ്ങോട്ട് വരെയാണ്. അതൊക്കെ ഒരു എന്താ പറയാ ഉൾവിളിയാണ്, ദൈവനിശ്ചയമാണ്. അല്ലെങ്കിൽ ഇതൊന്നും ഈ പെരുവഴ ജംഗ്ഷനിൽ ഇത്രയും സ്ഥലമൊന്നും വാങ്ങിക്കാനും അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു സ്ഥാപനം വന്നപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നു വേറെ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാൻ ആളുകൾ ആഗ്രഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല.
ഞാൻ തന്നെ ഒരു 6 പേരുടെ കുടുംബം ഒരു കുടുംബം എന്ന് വെച്ചാൽ 36 പേരുണ്ടായിരുന്നു ഒരു 10 സെന്റില്. അവരെല്ലാരും സമ്മതിച്ച് എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ് ഇത് സ്ഥലം ഇത്രയും 36 സെന്റ് സ്ഥലം കിട്ടിയപ്പോൾ ഞാൻ കരുതി ഇതിന് ഒരുപാട് അപാകതകളുണ്ട്. എന്തുകൊണ്ട് അതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആയിട്ട് തുടങ്ങി അതിനകത്ത് ഒരു ഓഡിറ്റോറിയം ഉണ്ടാക്കി കൂടാതെ ഒരു അത്യാഗ്രഹമായിരുന്നു അത്. പറയാതിരിക്കാൻ പറ്റൂല, ഒരു അത്യാഗ്രഹമായിരുന്നു. അത് വെച്ച് ചെയ്തു. 2000 തുടങ്ങി, ഒരു ഫെബ്രുവരി മാസം തുടങ്ങി. 2002 ഫെബ്രുവരിയിൽ ഞാൻ ഗൾഫിൽ ജോലി ചെയ്യാണ്. ഓരോ കോൺക്രീറ്റും ഞാൻ തിരിച്ചു വരും, ഇവിടെ കോൺക്രീറ്റ് ഞാൻ തിരിച്ചു പോകും, വീണ്ടും കോൺക്രീറ്റ് ആകുമ്പോൾ തിരിച്ചു വരും. അങ്ങനെ 2 വർഷം കൊണ്ട് ആ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ നടത്തി. 2002 ഇനാഗുറേഷൻ ചെയ്തു. ആദ്യമൊക്കെ നല്ല പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ റോഡ് എന്ന് പറയുന്നത് ഒരു ഫ്രണ്ടിൽ ഒരു 12-15 മീറ്റർ വീതി ഉണ്ടായിരുന്നു. ഇപ്പൊ റോഡ് വൈഡനിങ് വന്നപ്പോഴാണ് അതൊക്കെ പോയത്. അപ്പോഴൊക്കെ 2 വരി കാർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഇതിനും നല്ല ബിസിനസ് ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. ഇതിന് ആദ്യം തുടങ്ങിയപ്പോൾ 5,000 റുപ്പീസ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. 1990 5,000 റുപ്പീസ് എന്ന് പറഞ്ഞാൽ വലിയ 5,000 വലിയ ഇതാണ്. എന്നാലും ഒരു മാസത്തില് 8-10 കല്യാണമൊക്കെ ഇവിടെ ഇതിനകത്ത് ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. എനിവേ പിന്നെ അവിടെ വന്നു, അത് തുടങ്ങി. കുറച്ച് ഷോപ്സ് ഉണ്ടായിരുന്നു. കുറെ ഷോപ്സുകൾ ആളുകൾ വാടകയ്ക്ക് എടുത്തു. പിന്നെ ബാങ്ക് എടുത്തു. പിന്നെ ബാങ്ക് മാറിയപ്പോൾ ഒരു ഫുഡ് ഡെലിവറി കമ്പനി എടുത്തു. ഇതും ഒരു HDFC ബാങ്കുകാർ പകുതി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇതും കൂടെ കല്യാണ മണ്ഡപം മാറ്റിയിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടേക്കാം. അപ്പൊ കല്യാണ മണ്ഡപം അവിടെ വല്ലപ്പോഴും കിട്ടും, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ബിസിനസ് നമുക്ക് കിട്ടുന്നില്ല. ട്രിവാൻഡ്രം സിറ്റിയിലെ ഫസ്റ്റ് AC ഓഡിറ്റോറിയം, 1200 പേര് ഇരിക്കാൻ പറ്റിയ വിശാലമായ ഹാള്, അതുപോലെ തന്നെ 600 പേര് ഒരേ സമയം ആഹാരം കഴിക്കാൻ പറ്റിയ AC ഡൈനിങ് ഹാളും നമുക്കുണ്ട്. പക്ഷെ നമുക്കിത് പബ്ലിക്കിന് ഇത് കൊടുക്കാൻ പറ്റുന്നില്ല. പബ്ലിക് പറയുന്നത് വെച്ചാൽ ഇവിടെ പാർക്കിംഗ് ഇല്ല. പാർക്കിംഗ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മൾ ഏത് ഓഡിറ്റോറിയത്തിൽ പോയി, ഞാൻ ഇതുവരെ കല്യാണത്തിന് പോയിട്ട് ഞാൻ റോഡിലും ദൂരെ 1 കിലോമീറ്റർ ദൂരെയൊക്കെ ഇട്ടിട്ട് ചിലപ്പോൾ ആട്ടോ പിടിച്ചാണ് അവിടെ പോയിട്ടുള്ളത്. എന്നാലും അതിന്റെ അത്രയൊന്നും ഇവിടെ ഞാൻ വേറെ ഒരു അനുഭവങ്ങളൊന്നുമില്ല. ഇപ്പൊ നമുക്ക് ഇന്ദിരാനഗറിൽ ഒരു വലിയ പാർക്കിംഗ് ഏരിയ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ കല്യാണത്തിന് അത് സുലഭമായിട്ട് ഉപയോഗിക്കാം. ഇവിടെ ഇപ്പൊ പാർക്കിംഗ് പ്രശ്നമേ ഇല്ല. നമ്മുടെ ബേസ്മെന്റിൽ ഒരു 35 വണ്ടി ഇടാം. അവിടെ ഒരു 10-120 വണ്ടിയോളം പാർക്ക് ചെയ്യാം. റോഡ് സൈഡിലും ആവശ്യത്തിന് ഇനഫ് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇപ്പൊ കംപ്ലൈന്റ്സേ ഇല്ല. നമ്മുടെ ഇവിടെ ആരും പോലീസുകാരൊന്നും വന്ന് പെറ്റിയൊന്നും അടിക്കാറില്ല. നമ്മൾ പലയിടത്തും കൊണ്ടിട്ട് പെറ്റി അടിച്ചിട്ടുണ്ട്. ഇവിടെ അങ്ങനെ പെറ്റി അടിക്കാറേ ഇല്ല. പോലീസുകാർ നമ്മളുടെ വളരെ കോപ്പറേറ്റീവ് ആയിട്ടാണ് പെരുമാറുന്നത്. പിന്നെ 3 മക്കളുണ്ട്. എൻ്റെ എല്ലാ കാര്യത്തിലും ഭാര്യ സപ്പോർട്ടാണ്. ഭാര്യയുടെ സപ്പോർട്ടും ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ അനുഗ്രഹം തന്നെയാണ്. മക്കൾ 3 പേര്, 2 ആൺകുട്ടികൾ, ട്വിൻസാണ്. ഞാനൊരു 20 കൊല്ലത്തിന് മുമ്പ് ഞാൻ ഇവിടെ പ്രോഗ്രാമിന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്നത്തെ കണ്ടീഷൻ ഈ പറഞ്ഞ പോലെ അന്നത്തെ ഈ സൗകര്യങ്ങളൊക്കെ ഈ ഇങ്ങനെയുള്ള അവൈലബിലിറ്റി ഒക്കെ. അപ്പൊ ഞാൻ ഒരു ഗവൺമെന്റിന്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനാണ് സെയിൽസ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അന്നത്തെ ഫെസിലിറ്റി ഇപ്പൊ പറഞ്ഞ പോലെ എത്ര ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്നതൊക്കെ നമുക്ക് അന്ന് ആ സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇടമായിട്ടാണ് തോന്നിയത്. പാർക്കിങ്ങിന്റെ ചെറിയ കാര്യം ചില അത്രയും ആൾക്കാർ വരുമ്പോ എന്തായാലും എല്ലായിടത്തും ഇപ്പോഴായാലും എല്ലായിടത്തും ഈ സൗകര്യങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ വെച്ചാ സൗകര്യങ്ങൾ കൂടിപ്പോയി. അന്നൊരു ഫാമിലി മാരേജിന് പോകണമെങ്കിൽ എല്ലാവരും കൂടെ ഒത്തുപോകും, ഒരു വണ്ടിയിൽ പോകും, അല്ലെങ്കിൽ ഒരു ടാക്സി പിടിച്ചു പോകും. ഇന്ന് അതല്ല. ഇന്ന് അച്ഛനൊരു വണ്ടി ഉണ്ടാവും, മക്കൾക്ക് എല്ലാവർക്കും ഓരോ വണ്ടി ഉണ്ടാവും. ഇതെല്ലാം ഷോ ചെയ്യേണ്ട ഒരു പ്ലേസും കൂടെയാണ് ഈ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ. ഏത് ഫംഗ്ഷനിൽ വന്നിട്ട് ഈ ഇപ്പൊ മെർസിഡീസ് വരുന്ന ആള് അതിന്റെ നടയിൽ വന്ന് ഇറങ്ങിയെങ്കിൽ മാത്രമേ അത് അദ്ദേഹത്തിന് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. അപ്പൊ ആ ഒരു മെന്റാലിറ്റി നമ്മുടെ ഇടയിൽ വളർന്നുപോയി. എല്ലാം ഷോ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ മാക്സിമം നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. വരുന്നവർക്ക് നല്ല സർവീസ് കൊടുക്കുന്നുണ്ട്. നല്ല സർവീസാണ്. നമ്മളിവിടെ ഒരു രീതിയിലുള്ള സ്ട്രിക്റ്റുകളും ഒന്നും കാണിക്കാറില്ല. ഇപ്പൊ കല്യാണം ബുക്ക് ചെയ്യുന്നവര് ഒന്നും അറിയാറില്ല. അവരെല്ലാം കോൺട്രാക്ട് കൊടുത്തിട്ടൊക്കെ പോവുകയാണ്. മറ്റുള്ള ആൾക്കാരാണ് വന്ന്, നമുക്കറിയാത്ത ആൾക്കാരാണ് വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യുന്നത്. ഇനിയിപ്പോ അതെല്ലാം ഇവിടുത്തെ മാനേജേഴ്സും സ്റ്റാഫും വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാറുണ്ട്. ഒരു കംപ്ലൈൻസും ഒരു കസ്റ്റമേഴ്സിനും വരാത്ത രീതിയിൽ ഞാനും നോക്കുന്നുണ്ട്.
മാനേജേഴ്സും അതുപോലെ തന്നെ നല്ല ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ 10 മണി ആയാലും ഇവിടെ ജോലിക്ക് 10 മണി കഴിഞ്ഞാൽ പോലും തീർന്നിട്ട് ഇത് അടച്ച് ക്ലോസ് ചെയ്തിട്ടേ പോകണമെന്നുള്ള മെന്റാലിറ്റി ഉള്ള മാനേജേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. വൈഫിന്റെ എല്ലാ കാര്യത്തിലും നമ്മുടെ ഡോക്യുമെന്റ്സ് സൂക്ഷിക്കുന്നതിലും കുട്ടികളെ വളർത്തുന്നതിലും നമ്മുടെ സപ്പോർട്ട് ചെയ്യുന്നതിലും എല്ലാം വളരെ ഭംഗിയായിട്ട് നമ്മുടെ കൂടെ സഹകരിച്ചതുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഈ വിജയം ഉണ്ടായത്. ആർക്കും കിട്ടാത്തൊരു വിജയമാണ്. അത് ദൈവം തന്നിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. ഇപ്പോഴും ഞാൻ അന്നൊക്കെ നല്ലൊരു മുരുക ഭക്തനായിരുന്നു. ഇന്ന് ഞങ്ങളുടെ ഒരു കുടുംബക്ഷേത്രത്തിലെ ഭദ്രകാളി അമ്മയാണ്. അവിടത്തേക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പുതിയതായിട്ടൊരു ക്ഷേത്രം പണിതു, ഗണപതി ക്ഷേത്രം പുതിയതായിട്ട് പണിതു, പഴയ ഒരു ക്ഷേത്രത്തിന് ഭദ്രകാളി അമ്മയുടെ ക്ഷേത്രത്തിന് പുതുക്കി പണിതു. ഇപ്പൊ കുറെ ഉപദേവതകളുടെ ക്ഷേത്രങ്ങൾ പണി നടക്കണം. അതിന്റെ ഉത്സവം 24-ാം തീയതി പോലെ തുടങ്ങും. അപ്പൊ പ്രതിഷ്ഠയും ചെയ്യും. പിന്നെ ഒരു സദ്യാലയം കെട്ടിക്കൊണ്ടിരിക്കുന്നു. ഒരു സ്റ്റേജ് നേരത്തെ കെട്ടി അതിന്റെ ബാക്കിയുള്ള പണികളും ഒക്കെ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ആൾക്കാർക്ക് വേണ്ട സൗകര്യങ്ങളുടെ രീതി മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുപോലത്തെ ചലഞ്ചസ് എന്തൊക്കെയാണ് ഇപ്പം ഇതിന് പുറമെ എന്തൊക്കെയാണ് ഫേസ് ചെയ്യുന്നത്? ഇപ്പം നമുക്ക് എല്ലാവരും വരുമ്പോൾ എല്ലാവരെയും ഒത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, ഇല്ലാതിരുന്നില്ല. പക്ഷേ നമ്മൾ ഒരു 90% അക്കോമഡേറ്റ് ചെയ്യണം, 10% അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാതെ. ഇപ്പൊ ബിസിനസ്സിന് ഇവിടെ കല്യാണം വന്നു, കല്യാണത്തിന് എല്ലാവരും വരുന്ന ഒരു അസംബ്ലിയാണ്. അത് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഈ അസംബ്ലി തിരിഞ്ഞു പോവുകയാണ്. വരുന്നത് രാവിലെ 8 മുതൽ വരെ 10 മണി വരെ അസംബ്ലി കൂടും. മാരേജ് കഴിഞ്ഞ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ഈ അസംബ്ലി പിരിഞ്ഞു പോവുകയാണ്. അപ്പോൾ ആളുകൾ മറ്റുള്ള ആൾക്ക് സഫർ ചെയ്യണില്ല. ഇവിടെ കയറി ഇരിക്കാൻ വേണ്ടി ഒരു പാർക്കിംഗ് കിട്ടണമെന്നേ ഉള്ളൂ. അത് കഴിയുമ്പോൾ അവർ സ്ഥലം വിടുകയാണ്. അഥവാ ഈവനിങ് ടീ പാർട്ടി വന്നു കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള ഡിസ്റ്റർബൻസും ഉണ്ടാവാറില്ല. കാരണം അവര് വരുന്നു, ഇവിടെ വന്ന് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുന്നു, തിരിച്ചു പോകും. അപ്പൊ അവർക്ക് ഇഷ്ടം പോലെ പാർക്കിംഗ് സൗകര്യം ഉണ്ട് ഇവിടെ. അതിനൊരു കുഴപ്പവും ഇതുവരെയ്ക്കും വന്നിട്ടില്ല. ഇപ്പൊ നമുക്ക് ആ പാർക്കിംഗ് കൂടെ കിട്ടിയതുകൊണ്ട് പാർക്കിങ്ങിനെ സംബന്ധിച്ച് ഒരു പ്രശ്നവും നമ്മുടെ ഓഡിറ്റോറിയത്തിലില്ല. പിന്നെ ട്രിവാൻഡ്രം സിറ്റിയിൽ ഇത്രയും വില കുറച്ച്, ഇത്രയും കൺവീനിയന്റ് ആയി, ഇത്രയും സൗകര്യമുള്ള, ഇത്രയും എയർ കണ്ടീഷനുള്ള നമുക്ക് 2 സിസ്റ്റം ഉണ്ട്. ഒന്ന് സെൻട്രൽ പ്ലാന്റും ഉണ്ട്, അല്ല സ്റ്റാൻഡിങ് ടൈപ്പ് യൂണിറ്റും ഉണ്ട്. എന്തെങ്കിലും ഒരു AC ക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നാൽ നമുക്ക് ഓപ്ഷൻ ഉണ്ട്, സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. ഒരു ഓഡിറ്റോറിയത്തിലുമില്ല. വെള്ളത്തിന്റെ കാര്യത്തിലായിരുന്നാലും ഇവിടെ ഒരു കുറവുമില്ല. ഇന്ന് വരെയും വെള്ളത്തിനൊരു കംപ്ലൈന്റ്സും വന്നിട്ടില്ല. നമ്മൾ ബോർവെൽ വെച്ചിട്ടുണ്ട്, ഫിൽറ്ററിങ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ ഏത് രീതിയിൽ നോക്കിയാലും എല്ലാവർക്കും അനുയോജ്യമായ രീതിയിൽ ഇവിടെ വന്ന് മാരേജ് നടത്തി സുഖമായിട്ട് പോകത്തക്ക രീതിയിലുള്ള സാധാരണക്കാർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റാണ്. ട്രിവാൻഡ്രം സിറ്റിയിൽ ഇത്രയും സൗകര്യമുള്ള ഒരു ഓഡിറ്റോറിയം ഈ പൈസ കിട്ടത്തില്ല. ട്രിവാൻഡ്രം സിറ്റിയും കിട്ടൂല, ഈ കരവള ഭാഗത്തോട്ട് പോയാലും കിട്ടൂല. കരവള ഭാഗത്ത് ഗ്രാമപ്രദേശത്ത് പോയാലും, അൽസാജിന്റെ ഗ്രാമപ്രദേശത്ത് പോയാലും 2 ലക്ഷം രൂപയാണ്. ഇത് സിറ്റിയാണ്. ഇത് കരവള അപ്പുറത്ത് തന്നെ ഒരു വിഷൻ ഓഡിറ്റോറിയം ഉണ്ട്, അതും 2.5 ലക്ഷം രൂപയാണ്. നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ അതേ അത്ര കപ്പാസിറ്റി ഇല്ലാത്തതാണ്. എന്നാൽ അത് ഗ്രാമപ്രദേശത്താണ്, ഇത് സിറ്റിക്കകത്താണ്. ആർക്ക് വേണോ എവിടുന്നോ വന്ന് ചേരാൻ പറ്റിയ ബസ്സിലോ ആട്ടോയിലോ ഏതിലും വരാനുള്ള സൗകര്യമുള്ള ഒരു ഓഡിറ്റോറിയം. പിന്നെ റോഡ് സൈഡിൽ നിന്നുള്ളൊരു കംപ്ലൈന്റ് ഉണ്ട്. കംപ്ലൈന്റ് ഒന്നും അല്ല, അത് സൗകര്യമാണ്. ആളുകൾ റോഡ് സൈഡിൽ നിന്നുള്ള സൗകര്യമാണ്, എത്തിച്ചേരാൻ സൗകര്യമാണ്. നമ്മൾ നടന്നൊന്നും ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഈ പറഞ്ഞ ഈ പാർക്കിങ്ങിന്റെ സൗകര്യം ഇപ്പൊ ചെയ്തു എന്ന് പറഞ്ഞത് അതൊന്നും എല്ലാവരിലേക്ക് എത്തിയിട്ടില്ല. അത് എത്തിയിട്ടില്ല. ഇപ്പൊ വരുന്ന കുറച്ച് ആൾക്കാർ അത് സഫീഷ്യന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, അവർ ഹാപ്പി ആയിട്ട് പോകണുണ്ട്. ചിലരൊക്കെ റിവ്യൂ ഇടാനുണ്ട്. 2 ഓഡിറ്റോറിയം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നു? ഇല്ല, ഒരു ഓഡിറ്റോറിയം മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യൂ. കൗസ്തുഭം മാത്രമേ മെയിൻറ്റെയിൻ ചെയ്യൂ. 2 ഇത് അകലം കൂടെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് അതാണ് മാറ്റാൻ കാരണം. പിന്നെ ഈവനിങ് ടീ പാർട്ടി വല്ലതും ഉണ്ടെങ്കിൽ, പിന്നെ വല്ല ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ, ബർത്ത്ഡേ പാർട്ടിയോ അങ്ങനെയുള്ളതിനൊക്കെ വാടക. അതെ, ഒരു ഫ്ലോർ ഉണ്ട്, ഒരു ഫ്ലോർ ഇല്ല. താഴത്തെ നമ്മുടെ ഡൈനിങ് പോർഷൻ ഇല്ല,
ഓഡിറ്റോറിയം പോർഷനും ഉണ്ട്. അവിടെ ഫംഗ്ഷൻ നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പുതിയ രീതി അനുസരിച്ച് ആൾക്കാര് കൺവീനിയൻസ് ആണ് എല്ലാവരും പ്രാധാന്യം. അപ്പം ഒരാൾ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ എന്തുകൊണ്ട് കൗസ്തുഭം സെലക്ട് ചെയ്യണം? നമ്മളിപ്പോ ഒരു ബിസിനസ് സ്ഥാപനം എന്ന് പറയുമ്പോൾ എപ്പോഴും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്ഡേഷൻസ് എല്ലാ കാര്യത്തിലും വേണ്ടി വരും. നമ്മൾ ഓരോ ദിവസവും ഓരോ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേജിലായിരുന്നാലും, ഡ്രസ്സിംഗ് റൂമിലായിരുന്നാലും, കസേര ആയിരുന്നാലും, ടോയ്ലറ്റ് ആയിരുന്നാലും എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ AC-യുടെ കാര്യത്തിലായിരുന്നാലും എല്ലാവർക്കും കംഫർട്ടബിൾ ആയിട്ടിരുന്ന് കാണത്തക്ക രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ് നമ്മുടെ സ്റ്റേജ് ഓഡിറ്റോറിയം ക്രമീകരിച്ചിരിക്കുന്നത്. എത്ര ആൾക്കാർ വന്നാലും കാണാനുള്ള ഇപ്പൊ ബാൽക്കണി ഉണ്ട്. ബാൽക്കണി കയറി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് കാണുന്ന ഒരു പ്രതീതിയാണ്. അത്ര രീതിയിലുള്ള അറേഞ്ച്മെന്റ്സ് ആണ് അവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പാർക്കിംഗ് ഒന്നും ഇപ്പോൾ ഒരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ വന്നിട്ട് നമ്മുടെ ഇവിടെ പാർക്കിംഗ് കംപ്ലൈൻസേ ഇപ്പൊ വരാറില്ല. ഈ ഇന്ദിരാനഗർ റോഡിലുള്ള പാർക്കിംഗ് കൂടെ കിട്ടിയപ്പോൾ നമുക്ക് ഒരു പ്രശ്നവുമില്ല പാർക്കിംഗ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രൈസ് വൈസ് ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. മറ്റ് സൗകര്യങ്ങൾ, വെള്ളത്തിന്റെ സൗകര്യമായിരുന്നാലും, പാത്രങ്ങളുടെ സൗകര്യമായിരുന്നാലും, കുക്ക് ചെയ്യാനുള്ള വെസലിന്റെ സൗകര്യങ്ങളായിരുന്നാലും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യങ്ങളും ഓരോ പ്രാവശ്യം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് കസേര പോലും നമ്മൾ കുറെ കഴിയപ്പോൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം തീർച്ചയായിട്ടും ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് അവരെ ഫംഗ്ഷൻ നടത്തി പോവാം. ഇത്രയും കുറഞ്ഞ റേറ്റിൽ. ഇത് ട്രിവാൻഡ്രം സിറ്റിയിൽ ഒരിടത്തും കിട്ടില്ല. പാക്കേജസിനെ പറ്റിയിട്ട് കൂടെ ഒന്ന് പറയാം. പാക്കേജസ് നമ്മൾ ഇന്നിപ്പോ ഒരു മാരേജിന് കൊടുക്കുകയാണെങ്കിൽ തലേ ദിവസമേ ഓഡിറ്റോറിയം അവർക്ക് വിട്ടുകൊടുക്കും. തലേ ദിവസം ഒരു 2 മണിക്ക് ശേഷം വിട്ടുകൊടുക്കും. അവരുടെ സാധനങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. പിന്നെ ഡെക്കറേഷൻ ചെയ്യാനുള്ള പാർട്ടിക്ക് വന്ന് ഡെക്കറേഷൻ ചെയ്യാം. ചെയറിൽ എന്തെങ്കിലും ചേഞ്ചസ് വരണമെങ്കിൽ ചേഞ്ചസ് ചെയ്യാം. മറ്റ് എല്ലാ സൗകര്യങ്ങളും നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫുകൾ വളരെ ആത്മാർത്ഥമായിട്ട് അവരെ കൂടെ നിന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. ഒരു കാര്യത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലില്ല. രാത്രി കാലങ്ങളിൽ ഇലക്ട്രിസിറ്റി പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കും. ഒരു രീതിയിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഇങ്ങനെ കംപ്ലൈൻറ്റ്സ് ഇവിടെ വരാറില്ല. ഇവിടെ വരുന്നവര് വളരെ കുറവാണെങ്കിൽ പോലും അവർ വളരെ ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. അവർ ചിലപ്പോൾ റൈറ്റപ്പ് ചെയ്യണം, നല്ല രീതിയിലുള്ള റൈറ്റപ്പാണ്. പണ്ടൊക്കെ പാർക്കിംഗ് മാത്രം അവർ ഒരു എഴുതുമായിരുന്നു. ഇപ്പൊ അത് മാറി പാർക്കിങ്ങിന്റെ ഒരു പ്രശ്നമില്ലാന്ന് 2-3 ആൾക്കാർ എഴുതാറുണ്ട്. ഇതൊക്കെ തന്നെ നമ്മുടെ മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണം. ഇനി പിന്നും നമ്മളിങ്ങനെ ഓരോന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഈ വർഷം അവസാനം കഴിഞ്ഞ ഒരു വീണ്ടും ഈ ഫ്രണ്ടൊക്കെ ഒന്നുകൂടെ മോഡിഫിക്കേഷൻ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ ബോർഡിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. പുതിയ ബോർഡ് വെക്കാനുണ്ട്. ഫ്രണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ സ്ഥലം പോകും. സ്ഥലം പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഇന്റർലോക്ക് എല്ലാം എടുത്ത് മാറ്റി പുതിയ ഇന്റർലോക്ക് ചെയ്യാനായിട്ട് ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് ഗവൺമെന്റ് എടുക്കാത്തതുകൊണ്ടാണ് വെയിറ്റ് ചെയ്യണത്. ഈ എല്ലാ സംരംഭങ്ങളും പുറത്തു നിന്ന് കാണുന്നവർക്ക് നല്ല ചന്തമുള്ളതായിരിക്കും, മനോഹരമായിട്ടുള്ളതായിരിക്കും. പക്ഷെ സംരംഭകന് മാത്രമേ അറിയാൻ കഴിയുള്ളൂ അതിനകത്ത് എന്തൊക്കെയാണ് ശരിക്കും നടക്കുന്നത്, എന്തുമാത്രം സ്ട്രഗിൾസിലൂടെയാണ് സംരംഭങ്ങൾ കടന്നു പോകാറുള്ളത്. അങ്ങനെ എടുത്തു പറയത്തക്ക എന്തെങ്കിലും ഈ സംരംഭക ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ധാരാളം പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അത് ആദ്യം പറയാനുള്ളതെന്ന് പറഞ്ഞത് നമ്മുടെ കോവിഡ് കാലമാണ്. കോവിഡ് കാലം നമുക്ക് ഒരുപാട് ബുക്കിംഗ് ഉണ്ടായിരുന്നതാണ്. ആ സർക്കാർ നമ്മളുടെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു പൈസ പോലും ഇല്ലാതെ പാർട്ടികൾക്ക് തിരിച്ചു കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ വന്നപ്പോൾ നമ്മളൊരു 10-33 കല്യാണത്തിന്റെ ബുക്കിംഗ് പൈസ തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ഈ പൈസ കിട്ടുമ്പോൾ നമ്മൾ ഇവിടെ എന്തെങ്കിലും ഡെവലപ്മെന്റ് ചെയ്യും. ആ പൈസ എടുത്ത് ബാങ്കിൽ ഇട്ടുകൊണ്ടിരിക്കുകയല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ പൈസകൾ തിരിച്ചു കൊടുക്കേണ്ടി വന്നപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു വെച്ച് കഴിഞ്ഞാൽ അന്നൊക്കെ ബാങ്കിൽ ലോൺ കിട്ടാനും വലിയ പാടാണ്. പിന്നെ NREയിലുള്ള കുറെ കാശൊക്കെ എടുത്തിട്ടാണ് എല്ലാവരുടെയും പൈസകൾ തിരിച്ചു കൊടുത്തത്. പിന്നെ ചിലരൊക്കെ ആരും കല്യാണം നടത്താൻ പിന്നെ തിരിച്ചു വന്നിട്ടില്ല. ആരും എല്ലാരും പൈസ തിരിച്ചു വാങ്ങിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ അങ്ങനെ നടക്കുന്നില്ലായിരുന്നല്ലോ, കല്യാണമൊന്നും നടക്കുന്നില്ലായിരുന്നു. ആ സമയത്തൊക്കെ നമ്മളിവിടെ നമ്മുടെ സ്റ്റാഫിനൊക്കെ സാലറി ഒന്നും കൊടുക്കാതിരുന്നിട്ടില്ല.
സാലറി കൊടുക്കാതിരിക്കും, അവരെ വീട്ടിൽ ചെലവടക്കണ്ടേ. അപ്പൊ ഇവിടെയുള്ള സ്റ്റാഫിനെയും നമ്മൾ സംരക്ഷിച്ചു, ഈ ഓഡിറ്റോറിയത്തിനെ സംരക്ഷിച്ചു. അപ്പൊ ഒന്ന് ഉരുണ്ട് വീഴാതെ നമ്മൾ സംരക്ഷിക്കാൻ നമ്മുടെ ഗൾഫാണ് നമ്മളെ സഹായിച്ചത്. അല്ലാത്തവരൊക്കെ ഒരുപാട് ഞങ്ങളൊരു അസോസിയേഷൻ ഉണ്ട്, അസോസിയേഷൻ അത് ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പലർക്കും ഉണ്ടായ ബുദ്ധിമുട്ടുകളൊക്കെ അവിടെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മുടെ ഇത് നടന്നാലും നടന്നില്ലെങ്കിലും നമ്മുടെ ലിഫ്റ്റിന് AMC കൊടുക്കണം, ജനറേറ്ററിന് AMC കൊടുക്കണം, AC-ക്ക് AMC കൊടുക്കണം. പിന്നെ ഇത് ഒരു ആഴ്ചയിൽ എനിക്ക് വലയടിച്ചില്ലെങ്കിലേ ഇത് വല കയറി കംപ്ലീറ്റ് പോടും. അപ്പൊ ഡെയിലി ഇതിനെ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കണം. ഇപ്പൊ ഫംഗ്ഷൻ നടന്നോ ഇല്ലേ എന്നുള്ള ഒരു പ്രശ്നമേ അല്ല, പക്ഷെ ഇത് നീറ്റായിട്ട് എപ്പോഴും ഇരിക്കണം. ഇതെല്ലാത്തിനും കാശുണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ നമ്മളെ കാശ് കിട്ടാതെ ഇരിക്കുകയും കാശ് ചെലവാക്കേണ്ടി വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ബുദ്ധിമുട്ട് അറിയാലോ. അപ്പൊ അതേ രീതിയിലാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ മനസ്സിന്റെ ധൈര്യം കൊണ്ടും ഒരു ദിവസം നമുക്ക് വേണ്ടി ഒരു ദിവസം നമ്മൾ ഉണ്ടാവും എന്നുള്ളൊരു ചിന്താഗതിയിലൂടെ മുമ്പോട്ട് പോവുകയാണ്. സ്പെഷ്യൽ സ്കീംസ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ചെയ്യുക? കാരണം എല്ലാ ന്യൂ ജനറേഷൻ മൊത്തം സ്കീമിന്റെ പുറകിലാണ്. അപ്പം എന്തെങ്കിലും സ്കീംസ് പുതിയ ചിന്താഗതിയൊക്കെ ഉണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണതിന്റെ അനുസരിച്ച് റിട്ടേൺ കിട്ടാതെ നമ്മളിപ്പോ വേണമെങ്കിൽ ഇത് തിയേറ്റർ ആക്കാൻ പലരും എന്റെ സുഹൃത്തുക്കൾ പറയാനുണ്ട്. ഈ തിയേറ്റർ ആക്കണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 3 CR എങ്കിലും വേണം. ഈ 3 CR നമ്മൾ എത്ര കൊല്ലം കഴിഞ്ഞ് തിരിച്ചു കിട്ടും? 3 പേര് വന്നാലും നമ്മൾ തിയേറ്ററിൽ ഷോ നടത്തണം. 3 പേര് വന്ന് ഷോ നടത്താതിരുന്നു കഴിഞ്ഞാൽ അതിന് പ്രശ്നം ഉണ്ടാവും. നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവാത്ത ഒരു ഇൻഡിപെൻഡന്റ് ബിസിനസ് എന്നുള്ളതിനെ കണക്കാക്കിയാണ് ഈ ഓഡിറ്റോറിയം ഉണ്ടാക്കിയത്. ഇപ്പം തന്നെ നമ്മൾ ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട്. ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഒരു ചെറുപ്പക്കാരനായ പാർട്ടി, എനിക്ക് ചെറുപ്പക്കാരെടുത്ത് ഭയങ്കര സിമ്പതിയാണ്. കാരണം അവര് ജീവിക്കാൻ വേണ്ടി വരുന്ന എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങുമ്പോൾ അവരെ എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യണമെന്നൊരു താല്പര്യം എനിക്കുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ മാനേജർ പറയും, സാറ് ചെറുപ്പക്കാരെ എല്ലാവർക്കും സഹായം ചെയ്യും, പക്ഷെ ചെറുപ്പക്കാരെല്ലാം സാറിന് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടേ പോവുള്ളൂ. പുതിയ തലമുറയിലെ സംരംഭകരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ എൻ്റെ ഫ്രണ്ട്സ് വരുമ്പോൾ തന്നെ ഈ ഓഡിറ്റോറിയം ഉണ്ടാക്കുന്ന കാര്യം പറയപ്പോഴേ ഞാൻ പറയും, ദയവ് ചെയ്ത് ആ വഴിക്ക് പോകരുത്. കാരണം ഇന്നത്തെ കാലത്തെന്ന് പറയുന്നത് ഒരു വീട്ടില് 1 or 2 അംഗങ്ങളെ ഉണ്ടാവുള്ളൂ, മക്കളുണ്ടാവുള്ളൂ. അതിലൊരാണായിരിക്കും, ഒരു പെണ്ണായിരിക്കും. ഇവിടെ തന്നെ നമുക്ക് പല അനുഭവങ്ങളുണ്ട്. പെണ്ണിന്റെ കല്യാണം നിശ്ചയിച്ച് എല്ലാം ഉറച്ച് ഇവിടെ കൊണ്ട് ഇപ്പോഴും ഉണ്ട്. പെണ്ണ് വേറെ ആരുടെയെങ്കിലും കല്യാണം കഴിച്ച് പോകും. അപ്പോൾ ഈ ഒരു പ്രസ്ഥാനത്തിനോട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നഷ്ടങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കേണ്ടി വരും. ഈ അടുത്ത കാലത്ത് എൻ്റെ സുഹൃത്തല്ലേ ഇവിടെ വന്ന് ബുക്ക് ചെയ്ത് ഒരു ഇനിഷ്യൽ പേയ്മെന്റ് ചെയ്തിട്ട് പോയി. രണ്ടാമത് അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് വന്നത്, എൻ്റെ മോള് ഒരാളിൻ്റെ കൂടെ ഓടിപ്പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ബിസിനസ് തുടങ്ങാൻ ഞാൻ ഒരാളിൻ്റെ അടുത്ത് പറയില്ല. കാരണം ഞാനിപ്പോൾ 2 എണ്ണം തുടങ്ങി. ശരിക്ക് ഞാൻ എൻ്റെ ഫീൽഡ് ബിൽഡിംഗ് കൺസ്ട്രക്ഷനൊക്കെ ആയിരുന്ന വെളിയിൽ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, എയർ കണ്ടീഷൻസ് ഇല്ലാത്ത ഒന്നുമില്ല, IT ഫീൽഡൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് എന്തോ ഒരു താല്പര്യം തോന്നിപ്പോയി. അല്ലെങ്കിൽ അന്നേ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണ് അത് ഇവിടുത്തെ ഫ്ലാറ്റ് വല്ല ചെയ്ത് കൊടുത്തിരുന്നെങ്കിൽ ഞാൻ ഇന്നൊരു നല്ലൊരു അറിയപ്പെടുന്ന ഒരു കോൺട്രാക്ടറായി മാറുമായിരുന്നു. പക്ഷെ ഞാൻ ചെയ്യാതെ ഇങ്ങനെയൊക്കെ ഉള്ള ചെറിയ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ അന്നൊന്നും ഇവിടെ വന്നിട്ടില്ല. ട്രിവാൻഡ്രം സിറ്റിയിൽ 2002 ഷോപ്പിംഗ് കോംപ്ലക്സ് വന്നിട്ടില്ല. അപ്പൊ ഞാൻ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് അത് അങ്ങനെ ചെയ്തത്. 2 ഫ്ലോർ ഷോപ്പിംഗ് കോംപ്ലക്സ്, മോളില് ഡൈനിങ് ആൻഡ് ഓഡിറ്റോറിയം ആയിട്ട് കുറച്ച് മുകളിലോട്ട് ചെയ്തത്. അതും ചില ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട്. എന്നാൽ ഇവിടെ 2 ലിഫ്റ്റ് ഉണ്ട്. ഒരു മനുഷ്യന് സ്റ്റെപ്പും ഇല്ല. ഇവിടെ റാമ്പ് നടന്നു പോകുമ്പോൾ പോകാനുള്ള അത്ര സ്ലോപ്പേ ഉള്ളൂ. ഒരു 1.5 മീറ്റർ പൊക്കത്തില് വരും. അത് 20 മീറ്റർ നീളത്തിൽ വരുമ്പോഴാണ് 1.5 മീറ്റർ പൊക്കം വരും. നമ്മൾ അറിയത്ത് പോലും ഇല്ല നടക്കുന്നത്. അത്ര സൗകര്യങ്ങളാണ് ഇവിടെ നമ്മൾ മനസ്സിൽ കണ്ട് ചെയ്തിരിക്കുന്നത്. 2 ലിഫ്റ്റ് ഉണ്ട്. മുകളിൽ പോണതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ആളുകളൊക്കെ ലിഫ്റ്റിലേ പോകാറുള്ളൂ. എന്നിട്ട് പോലും ആളുകൾ ഇവിടെ വരും. ഞാൻ പല സ്ഥല കല്യാണത്തിൽ പോയിട്ട് 4 നില കയറിയാണ് പോകുന്നത്. ഈവൻറ്റോ ഇപ്പൊ അടുത്ത് തുടങ്ങിയ ഇവിടെ ഒരു കല്യാണ മണ്ഡപമുണ്ട്. അവിടെയും നമ്മൾ സ്റ്റെപ്പ് കയറി പോയെങ്കിലേ കല്യാണ മണ്ഡപത്തിൽ കയറാൻ പറ്റുള്ളൂ, ഈ കവടിയാറിലുള്ള അവിടെ.
അപ്പോൾ അതിനൊക്കെ നമ്മൾ ഒരുപാട് സൗകര്യങ്ങളാണ് ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്നത്. ജനങ്ങളുടെ സഹകരണം കൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. വരുന്ന തലമുറ ഈ ബിസിനസിനെ എങ്ങനെ കാണും? അടുത്ത ജനറേഷൻ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ? അടുത്ത ജനറേഷൻസ് ഒന്നും ഇതിനോട് ഒരു താല്പര്യവുമില്ല. ഇത് ഞാൻ എൻ്റെ 3 മക്കളെടുത്ത് ഇരുന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇതൊരു ട്രസ്റ്റ് ആക്കാം, ഇത് നിങ്ങൾ 3 ആളെ കൂടി നോക്കി ഇതിന് എന്തെന്ന് വെച്ചാൽ വരുമാനവും അതും ഇതുമെല്ലാം ഷെയർ ചെയ്തെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്കാർക്കും ഇതിനകത്ത് 3 പേർക്കും 2 ആൺകുട്ടികൾക്ക് താല്പര്യമില്ല പൊതുവെ. അപ്പോൾ ഇതിപ്പോ ഒരു പെൺകുട്ടിക്കാണ് ഇതെല്ലാം കൊടുത്തിരിക്കുന്നത്. അവള് ആണ് അപ്പുറത്ത് ഡെന്റൽ തുടങ്ങണം. അതുകൊണ്ടൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് ഇങ്ങോട്ട് തന്നെ ഒരു വീടും വെച്ച് ഡെന്റൽ ഹോസ്പിറ്റലും ഇതുമൊക്കെ നോക്കാന്ന് വെച്ചാൽ അവള് മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ. നല്ല മാനേജേഴ്സിനെ വെച്ച് മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ. അവൾക്ക് വന്ന് ഇത് ചെയ്യാനൊന്നും പറ്റത്തില്ല. പിന്നെ ഇത് വിൽക്കണം എന്ന് പറയുന്നത് ഒരു സ്ഥാപനം വിറ്റാ തീർന്നു. സ്ഥാപനമല്ല, ഏത് നമ്മുടെ കയ്യിലുള്ള വിറ്റ് കഴിഞ്ഞാൽ അത് ക്ലോസ്. വാങ്ങിക്കാം, വിൽക്കണതിനോട് എനിക്കൊരു താല്പര്യമുള്ള ഒരു വ്യക്തിയല്ല. അപ്പോൾ വിറ്റ് കഴിഞ്ഞാൽ അത് 0 ആയിപ്പോവും. കയ്യിലുള്ള പൈസ ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. വിൽക്കാതെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു അസറ്റും ഒരു നൈമുമായിട്ട് നിലകൊള്ളും. എല്ലാം ചെയ്യുന്ന ഒരു പേരിന് വേണ്ടിയാണ്. പേരാണ് ഏറ്റവും വലുത്. സമ്പത്തിനേക്കാളും പേരിനാണ് വില. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഞാനും ചിലപ്പോൾ ഗൾഫിലൊക്കെ പോയില്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു നടനായി മാറുമായിരുന്നു. ട്രാൻസ്പോർട്ടിലൊക്കെ ഞാൻ 2-3 അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ഗൾഫിൽ പോയിട്ട് നാടകം അഭിനയിച്ചിട്ടുണ്ട്, നാടക പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്, ബെസ്റ്റ് ആക്ടർ പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്യാത്തതായിട്ട് ഒരു കാര്യവും ഇല്ല. ഒരുപാട് ഫീൽഡിൽ ജീവിതത്തിൽ ഒരുപാട് ഫീൽഡിൽ അനുഭവിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട്. പഠിക്കാനും അത് മനസ്സിലാക്കാനും അത് ചെയ്യാനും അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനും ഇതൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. ഇന്നത്തെ തലമുറ അതൊന്നും ശ്രമിക്കാറില്ല. ഇന്നത്തെ തലമുറ വെറുതെ ഇരുന്നാൽ വെറുതെ ആവുമെന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതാണ് അവരുടെ ചിന്താഗതി. നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ വെറുതെ ആയി തന്നെ പോകും. എല്ലാവരും പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മൾ ഉയരങ്ങളിൽ എത്താൻ പറ്റുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാണ്. ഞാൻ അന്ന് മുതൽ ഞാൻ ലേസി ആയിരുന്നെങ്കിൽ എനിക്കിങ്ങനെ ഒന്നും എത്താൻ പോലും പറ്റത്തില്ല. പിന്നെ എല്ലാത്തിനും വേണ്ടതെന്ന് വെച്ചാൽ ദൈവാനുഗ്രഹം. നമ്മൾ എത്ര പ്രവർത്തിച്ചാലും എത്ര അധ്വാനിച്ചാലും എത്ര കാശുണ്ടാക്കിയാലും നമ്മൾ ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ അതൊന്നും ഒരിടത്തും ചെന്ന് കൊണ്ടെത്തിക്കാൻ പറ്റും. അത് ഗോഡ് ബ്ലസ് ഒന്നുകൊണ്ട് മാത്രമേ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് എത്തുള്ളൂ. അതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് അതിൽ ഒരുപാട് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 75ഓളം വയസ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാലം ഇതില് പ്രശ്നങ്ങളും പരിഹാരങ്ങളും ഡേ ടു ഡേ ലൈഫിൽ അതിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. സംരംഭകനെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളില്ലാത്ത ദിവസങ്ങൾ ഉണ്ടാവാറില്ല. ഇല്ല. അതെല്ലാം പരിഹരിച്ചിട്ട് വേണം ഒന്ന് പിറ്റേ ദിവസം വീണ്ടും പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിയാണ്. അത് കണ്ടിന്യൂസ് പ്രോസസ്സായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും ഈ സംരംഭത്ത് ജീവിതത്തില് ഇപ്പൊ നിൽക്കുന്ന നിലയിൽ ചോദിച്ചാൽ ഹാപ്പിയാണോ? നല്ല ഹാപ്പിയാണ്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? കാരണം ഞാൻ തൊട്ടടുത്തൊന്നും എനിക്ക് ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. എന്ത് പോയി തൊട്ടാലും എന്ത് പോയി ചെയ്താലും അതിനൊന്നും ചിന്തിക്കേണ്ട അവസരങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ദൈവം. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് ജീവിതത്തിൽ ഹാപ്പിയാണ്. പിന്നെ രാത്രിയൊക്കെ ചെന്ന് കിടന്ന അപ്പം സുഖമായിട്ട് ഉറങ്ങുന്ന സമയം മുഴുക്ക. രാവിലെ മുഴുവനും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. രാത്രിയാകുമ്പോൾ ഒരു 8 മണിയാകുമ്പോൾ വീട്ടിൽ പോകും, ചാപ്പാട് കഴിക്കും. പിന്നെ ഞങ്ങൾക്കൊരു പാട്ട് ഗ്രൂപ്പുണ്ട്, 1 മണിക്കൂർ പാടും. അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. അപ്പൊ അങ്ങനെ വരുന്നത് ഒരു നല്ല ഹാപ്പി ആയിട്ടാണ് പോകുന്നത്. നമുക്ക് വലിയ ചിലത് ഒരുപാടൊന്നും നമ്മൾ ചിന്തിക്കാറില്ല. ഇനിയിപ്പോ കാശൊന്നും ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമൊന്നുമില്ല, അങ്ങനെയുള്ള ചിന്താഗതിയൊന്നുമില്ല. ഈ ലൈഫ് എന്ന് വെച്ചാൽ ഒരുപാട് സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ അധികം സ്ട്രെയിൻ ചെയ്യുന്നില്ല. കാര്യങ്ങളൊക്കെ മുമ്പോട്ട് ചിട്ടയോടുകൂടി പോകുന്നുണ്ട്.
രാവിലെ രാത്രി എന്നെ കിടക്കുന്ന സമയത്ത് ഇന്നത്തെ പ്രോഗ്രാം ഒക്കെ ചിന്തിച്ച് വെച്ച് ടൈം ലിമിറ്റ് ചെയ്തിട്ട് രാവിലെ മുതൽ അത് ചെയ്യും. അതുപോലെ തന്നെ അടുത്ത ദിവസവും ചെയ്യാനും കൊടുക്കാനും ഉള്ളവർക്കൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുത്തു പോകണമെന്നുള്ള താല്പര്യ കാരണമാണ്. ഞാനിപ്പോ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഒരുപാട് കോൾസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് വർക്ക് നമ്മൾ ഇപ്പോഴും അത് മാനേജ് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ പറഞ്ഞു ഇവിടെ ഫങ്ഷൻസ് നടക്കുമ്പോൾ ഫങ്ഷൻസിൽ പങ്കെടുക്കാൻ വരുന്നവരുടെ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും, അതിന്റെ ഭാഗമാവേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു മേഖലയിലുള്ളതായിട്ട് അറിയാം. എന്തായാലും ഇത്രയും നേരം നമ്മളുമായിട്ട് സംവദിച്ച അല്ലെങ്കിൽ സംസാരിച്ച അനുഭവങ്ങൾ പങ്കുവച്ച താങ്കൾക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇത് വീണ്ടും അഭിവൃദ്ധിയിലേക്ക് പോട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് PNBയുടെ വിഷൻ വെഞ്ചറിന്റെ എല്ലാ ഭാവങ്ങളും ഒരിക്കൽ കൂടെ നേർന്നുകൊണ്ട് നമസ്കാരം.